ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം ചെയ്ത ഒരു കുർത്തിയുടെ ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിന് ഇനി നമുക്ക് ചെയ്യേണ്ടിയിരുന്നത് സൈഡ് ക്ലോസ് ചെയ്യാന്നുള്ളതും ബാക്കി സൈഡ് സ്ലിറ്റ് ചെയ്യാന്നുള്ളതുമാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനിതിൻ്റെ കട്ടിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബാക്കിൽ 2 ഡാറ്റ്സ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ഡാറ്റ്സ് ആണ് കേട്ടോ മാർക്ക് ചെയ്യുന്നത് ബാക്ക് പോർഷനിൽ. അപ്പോൾ മുകളിൽ 11 ഇഞ്ച് മുതൽ താഴത്തേക്ക് ഒരു 5 ഇഞ്ച് ഇട്ട ശേഷം 16 ഇഞ്ച് വരെ ആണ് നമുക്ക് ഈ ഒരു ഡാട്ട് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് മാർക്ക് ചെയ്യുമ്പോൾ ഷോൾഡറിൻ്റെ ആ മിഡിൽ ഭാഗത്ത് വെച്ച ശേഷം ഇതുപോലെ 2 ഡാട്ട് മാർക്ക് ചെയ്തെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് 1/4 ഇഞ്ച് വീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. ഇനി നമുക്ക് സൈഡ് ക്ലോസ് കൂടി ചെയ്ത ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചെസ്റ്റിൻ്റെ മെഷർമെൻ്റ് ആണ്. അപ്പോൾ കട്ടിങ്ങിൻ്റെ സമയത്തെല്ലാം പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടെ ഒന്ന് കണ്ട ശേഷം ഈ വീഡിയോ കാണുക കേട്ടോ. 4 ഭാഗം 10.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു സൈഡിൽ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഷേപ്പിൻ്റെ ഭാഗമാണ്. ഷേപ്പിൻ്റെ ഭാഗത്ത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിൽ വരുന്ന വണ്ണമാണ് മാർക്ക് ചെയ്യേണ്ടത്. 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് 1/4 ഇഞ്ച് ഡാട്ടിനും കൂടി വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/2 ഇഞ്ചും കൂടി കൂട്ടി 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സ്ലിറ്റിൻ്റെ ഭാഗമാണ്. മുകളിൽ നിന്നും 20.5 ഇഞ്ചിലാണ് ഞാനിവിടെ സ്ലിറ്റ് മാർക്ക് ചെയ്തത് കേട്ടോ. അപ്പോൾ അതെല്ലാം തന്നെ കട്ടിങ്ങിൻ്റെ സമയത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 20 ഇഞ്ചിൽ നമുക്ക് 1 ഇഞ്ചാണ് മടക്കി അടിക്കാൻ വേണ്ടത്. അപ്പോൾ ആ ഒരു കറക്റ്റ് അളവ് തന്നെ മാത്രമാണ് നമ്മളിവിടെ ഇട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു 1 ഇഞ്ച് മാർക്ക് ചെയ്ത ശേഷം ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇതാണ് ബോഡിയുടെ ക്ലോസിങ്. ഇനി നമുക്ക് സ്ലീവാണ്. സ്ലീവിൻ്റെ മെഷർമെൻറ്റ്സും കൂടി മാർക്ക് ചെയ്ത് കൊടുക്കാം. സ്ലീവ് റൗണ്ട് ഇവിടെ വരുന്നത് 5.5 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ പകുതിയാണ് 5.5 ഇഞ്ച്. ഇതുപോലെ 5.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഹാഫ് സ്ലീവിൻ്റെ ഒരു മെഷർമെൻറ്റ് കൂടി വേണം നമുക്ക്. അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്നും ഒരു 5 ഇഞ്ച് താഴത്തേക്കൊരു മെഷർമെൻറ്റ് കൂടി മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഏകദേശം നമുക്ക് വേണ്ടത് ആ ഒരു ഭാഗത്ത് 7.5 ഇഞ്ചാണ് വേണ്ടത്. അപ്പോൾ അതുകൂടി ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത ശേഷം നമുക്കിതൊന്ന് ജോയിൻ ചെയ്യാം കണ്ടോ. അപ്പോൾ ഇതുപോലെയാണ് സൈഡ് നമുക്ക് ക്ലോസ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അടുത്ത സൈഡും ഈ രീതിയിൽ തന്നെ ക്ലോസ് ചെയ്യണം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്കിൽ കൊടുത്ത ഡാട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ 2 സൈഡിലും ഇതുപോലെ ലൈൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈന് വെച്ച ശേഷം ഇതുപോലെ ഒന്ന് നമുക്കൊരു 1/4 ഇഞ്ച് പിടിച്ച് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 5 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് കൊടുത്തത് കേട്ടോ. അപ്പോൾ ആ ഒരു ലെങ്തിൽ സ്റ്റിച്ച് ചെയ്ത് പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ 2 സൈഡും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് സ്ലീവിൻ്റെ ഭാഗമാണ്. സ്ലീവിൻ്റെ പോർഷൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുതൽ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് വരണം. ഇനി ആ സ്ലീവിൻ്റെ സീം അലവൻസ് മുകളിലേക്ക് വെച്ച് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ താഴെ സ്ലിറ്റിൻ്റെ പോർഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സ്ലിറ്റിൻ്റെ പോർഷൻ വരെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ അവിടെ സ്റ്റിച്ച് ചെയ്ത് ലോക്കിട്ട് നിർത്തരുത്. അവിടെ സ്റ്റിച്ച് ചെയ്ത ശേഷം നീഡിൽ കുത്തി താഴത്തേക്ക് വെച്ച ശേഷം നമ്മൾ ഒന്നുകൂടി തിരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ. അതില്ലെങ്കിൽ നമുക്ക് ആ സ്ലിറ്റ് വരുന്ന ഭാഗം പെട്ടെന്ന് തന്നെ അകന്നു പോകും. ഇതുപോലെ കുത്തി നിർത്തിയ ശേഷം മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ വണ്ണം കൂടുന്നതിനൊക്കെ അനുസരിച്ച് നമുക്കിതൊന്ന് അഴിച്ചൊക്കെ മാറ്റേണ്ടതുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് മാറ്റാം. അപ്പോൾ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അടുത്ത സൈഡ് നമ്മൾ ഇതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ 2 സൈഡും ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തു കേട്ടോ. ഇനി നമുക്ക് സൈഡ് സ്ലിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് താഴെ ഭാഗത്ത് നിന്ന് വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു വശത്ത് താഴെ ഭാഗത്ത് നിന്നും സ്റ്റിച്ചിങ് തുടങ്ങുവാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണി എടുത്ത ശേഷം നമുക്ക് 1 ഇഞ്ചിലാണ് ഫോൾഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം 1/2 ഇഞ്ച് മടക്കുക, പിന്നെ 1/2 ഇഞ്ചും കൂടി ഉള്ളിലേക്ക് മടക്കുക കണ്ടോ. ഈ രീതിയിൽ മടക്കിയ ശേഷം ഇതുപോലെ അരികുവശത്തു കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഈ രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. എങ്കിൽ മാത്രമാണ് സ്ലിറ്റ് കറക്റ്റായിട്ട് കിടക്കത്തുള്ളൂ. അപ്പോൾ കൂടുതൽ വലിച്ചു പിടിക്കാതെ വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ജോയിൻ ചെയ്യുന്ന ആ ഒരു ഭാഗം എത്തി കണ്ടോ. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത ഭാഗത്ത് നിന്നും ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മുകളിലേക്ക് കയറ്റിയിട്ട് വേണം കേട്ടോ. ഇതുപോലെ ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്ന കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ മുകളിലേക്ക് ഒന്ന് കുത്തി നിർത്തിയ ശേഷം ഇനി നമുക്ക് അടുത്ത സൈഡിലേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. അപ്പോൾ അടുത്ത സൈഡ് ഇനിയൊന്ന് മടക്കി കൊടുക്കുക കണ്ടോ. ഇതുപോലെ ഒന്ന് മടക്കിയ ശേഷം നമുക്ക് ആ ഒരു
സ്ലിറ്റിൻ്റെ ഭാഗം കറക്റ്റായിട്ടും ക്രോസാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ശേഷം നമുക്ക് അടുത്ത സൈഡാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ താഴത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആ ഉള്ളിലുള്ള ക്ലോത്ത് ചുരുങ്ങാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ കൈ വെച്ച് ഇതുപോലെ ഒന്ന് സ്ട്രൈറ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഉള്ളിലുള്ള ക്ലോത്ത് ചുരുങ്ങിപ്പോയാലും നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ചുളിവുകൾ വരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അടുത്ത സൈഡ് താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡും ഈ രീതിയിൽ തന്നെ ഫസ്റ്റ് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു കണ്ടോ. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും ചുളിവുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ സ്ലിറ്റിൻ്റെ പോർഷൻ എല്ലാം തന്നെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അയൺ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് തന്നെ ഫിനിഷായി കിട്ടും. അപ്പോൾ അടുത്ത സൈഡും ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ശേഷം നമ്മൾ താഴെ ഭാഗമാണ് കേട്ടോ, ബോട്ടമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അടുത്ത സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ അടിഭാഗം സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യം ഉള്ളിലേക്ക് ഒരു മടക്ക് മടക്കിയ ശേഷം ഒന്നുകൂടി മടക്കിയിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ താഴത്തെ ഭാഗം കൂടി മടക്കിയ ശേഷം നമുക്ക് സ്ലിറ്റിൻ്റെ അടുത്ത വശം സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ താഴത്തെ പോർഷൻ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്ക് ഈ സ്ലിറ്റിൻ്റെ അടുത്ത വശം കൂടി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ അതേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ആ ഒരു ജോയിൻ പോർഷനില്ലേ ആ ഭാഗത്ത് ഈ കാണുന്ന രീതിയിൽ വി പോലെ വേണം സ്റ്റിച്ച് ചെയ്ത് വരാൻ വേണ്ടി കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്ത് സ്റ്റിച്ച് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇനി നമുക്ക് നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ഇതുപോലെ രണ്ട് സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല ഫിനിഷിംഗ് ആയി തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ കോട്ടൺ ക്ലോത്തൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ലുക്ക്. അപ്പോൾ ഇതുപോലെ 3/4 സ്ലീവിൽ സിമ്പിളായിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിടാനും പറ്റും. അപ്പോൾ കട്ടിങ്ങും നെക്ക് ഫിനിഷ് ചെയ്യുന്നതും ഇതിൻ്റെ നെക്സ്റ്റ്